കർത്താവിനെയും കർത്താവ് ചേർത്ത് പിടിച്ചവരെയും കബളിപ്പിക്കാതിരിക്കുക. അത് ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ പലപ്പോഴും കളങ്കപരവപ്പെടും, കള്ളത്തരം വരും. അതുകൊണ്ട് ചിന്തിക്കുക, കൈപിടിച്ചു തന്നവരെ കബളിപ്പിച്ചിട്ടുണ്ടോ? താലി കെട്ടി താലി തന്നവരെ കബളിപ്പിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ താലി എന്റെ ജീവിതത്തോട് ചേർത്ത് വെച്ചവരെ കബളിപ്പിച്ചിട്ടുണ്ടോ? കുഞ്ഞുങ്ങളെ കബളിപ്പിച്ചിട്ടുണ്ടോ? കർത്താവ് തന്ന ജീവിതങ്ങളെ കബളിപ്പിച്ചിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുക. കാരണം ഇത് ബന്ധങ്ങൾ സുദൃഢമാകാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്. ചെറിയ കാര്യമായിരിക്കും, പക്ഷെ വലിയ ഉൾക്കാഴ്ചയോടുകൂടി കാണും. ചെറിയ കാര്യങ്ങളാണേലും വലിയ ഉൾക്കാഴ്ചയോടുകൂടി കാണുമ്പോഴാണ് നമ്മൾ അതിൻ്റെതായിട്ടുള്ള സീരിയസ്നെസ്സോടുകൂടി മുൻപോട്ട് പോകത്തുള്ളൂ. വണ്ടി ഓടിക്കുന്നവൻ അയ്യോ സൈക്കിളല്ല വരുന്നത്, ആരമില്ല, അത് വന്നോട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവൻ മണ്ടയ്ക്കൂടെ കയറിപ്പോവും. ഫ്രീക്ക് പയ്യന്മാരല്ല വരുന്നത്, അവന്മാർ മുകളിൽ കൂടെ കയറിപ്പോവും. അതുകൊണ്ട് വണ്ടി ഓടിക്കുന്നവൻ വഴി വരുന്ന എല്ലാ വാഹനങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം അവൻ ഓടിക്കുന്ന വണ്ടി ഒരു ചെറിയ മനുഷ്യരെ പോലും തട്ടി വീഴ്ത്തില്ലെന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് ഒരുത്തൻ വണ്ടി ഓടിക്കുന്നത്. അല്ല വരുന്ന ടിപ്പർ വരുമ്പോൾ ആവശ്യത്തിന് ശ്രദ്ധ കാണിച്ചു, അല്ലെങ്കിൽ സൈക്കിളുകാരൻ വരുമ്പോൾ വേണ്ട ശ്രദ്ധയൊന്നും കാണിച്ചില്ലെങ്കിൽ അത് അപകടമാണ്. അതുകൊണ്ട് വണ്ടി ഓടിക്കുന്നത് പോലെ തന്നെയാണ് കുടുംബജീവിതം. ചെറിയ കാര്യങ്ങൾ മതി, ചെറിയ കാര്യങ്ങൾ മതി. ഒരു തീപ്പൊരി വീണാൽ മതി, ഒരു വയൽ മുഴുവൻ കത്തിച്ചാൽ മതി. അതുപോലെ ജീവിതത്തിൽ കുടുംബത്തിലെ കാപട്യത്തിന്റെയും അതുപോലെ തന്നെ വാക്കിന്റെയും പ്രവൃത്തിയുടെയും ഒക്കെ നെഗറ്റീവ് അർത്ഥത്തിലുള്ള ചിന്തകളും ഒക്കെ തീപ്പൊരിയായിട്ട് വളർന്നു പോയിട്ടുണ്ടെങ്കിൽ അത് കത്തിച്ചാൽ മതി. നമുക്കറിയാം, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നമ്മുടെ അയൽവക്കത്തൊക്കെ ഇത് നടക്കുന്ന ഒരു കാര്യങ്ങളാണ് അയച്ച പറയുന്നത്. നമ്മുടെ അയൽപക്കങ്ങളിലൊക്കെ ഇന്ന് വലിയ അസ്വസ്ഥതകളൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ അടുത്ത നിമിഷം അതെന്റെ ജീവിതത്തിൽ ചുവർചിത്രമായിട്ട് മാറിയേക്കാം. എന്റെ കുടുംബങ്ങളിൽ അത് ചുവർചിത്രമായിട്ട് പതിയപ്പെട്ടേക്കാം. ഇന്ന് അയൽവക്കത്തല്ലേ സംഭവിച്ചിരിക്കുന്നത്. സാരമില്ല എന്ന് പറയുമ്പോൾ ഓർക്കുക, നാളെയുടെ പ്രഭാതങ്ങളിൽ എന്റെ മക്കൾ ഇതുപോലെയുള്ള ചുവർചിത്രമായിട്ട് മാറിയേക്കാം. അതുകൊണ്ട് കബളിപ്പിക്കാതിരിക്കുക, കർത്താവിനെ നോക്കി ജീവിക്കുക. കബളിപ്പിക്കാനൊക്കെ എപ്പം തോന്നുമോ അപ്പോഴൊക്കെ നോക്കേണ്ട മുഖം കർത്താവിന്റെ മുഖമാണ്. കാരണം കർത്താവ് ആരെയും കബളിപ്പിച്ചിട്ടില്ല, അവൻ എല്ലാവരെയോടും കരുണ കാണിച്ചു. സ്നേഹമുള്ളവരെ, അടുത്തതായിട്ട് ഒരു കരുതൽ ആവശ്യമാണ്. ബന്ധങ്ങളിൽ എപ്പോഴും കരുതൽ ആവശ്യമാണ്. കരുതുന്നവരൊക്കെ കുരുതി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അനുഗ്രഹിക്കേണ്ടവരൊക്കെ നിഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ചേർത്ത് പിടിക്കുന്നവരൊക്കെ ചോർച്ച ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഉത്തരവാദിത്വമുള്ളവരൊക്കെ ഉണക്കിക്കളയുകയാണ്. നമ്മളെ ഉത്തരവാദിത്വമുള്ള കരങ്ങളൊക്കെ ഇന്ന് നമ്മളെ ഉണക്കുകയാണ്. ഇന്ന് നമുക്കൊക്കെ ഉത്തരവാദിത്തമുണ്ട്. ഉത്തരവാദിത്തമുള്ളവരൊക്കെ, ഉത്തരവാദിത്തപ്പെട്ട ജീവിതം നയിക്കേണ്ടവരൊക്കെ, കൂടെയുള്ളവരെയൊക്കെ ഉണക്ക മരങ്ങളാക്കി മാറ്റുകയാണ്. ചോര വലിച്ചു കുടിച്ച് മാറ്റുകയാണ്. അതുകൊണ്ട് ഓർക്കുക, എന്റെ ജീവിതത്തില് ഞാൻ കരുതിയിട്ടുണ്ടോ? കർത്താവ് തന്നതിനെ കരുതുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? കുരുതി കൊടുത്തിട്ടുണ്ടോ? കരുതേണ്ടവരെ കുരുതി കൊടുത്തിട്ടുണ്ടോ? അനുഗ്രഹിക്കേണ്ടവരെ നിഗ്രഹിച്ചു കളഞ്ഞിട്ടുണ്ടോ? ചേർത്ത് പിടിക്കേണ്ടവരെ ചോർത്തി കളഞ്ഞിട്ടുണ്ടോ? ഇടം കൊടുക്കേണ്ടവരെയൊക്കെ ഇടിച്ചു വീഴ്ത്തിയിട്ടുണ്ടോ? ഇടർത്തിയിട്ടുണ്ടോ? ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചു കഴിയുമ്പോഴാണ് ഈ കുടുംബത്തിന്റെ ശ്രേഷ്ഠത എന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. കുടുംബത്തെയൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് രീതിയിൽ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത്രയും കൂടെയൊക്കെ നന്നായിട്ട് നമുക്ക് കുടുംബജീവിതത്തെ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ചെറിയ സ്വരങ്ങളെ മനസ്സിലാക്കണം. കുടുംബജീവിതത്തിലെ ചെറിയ സ്വരങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ പലപ്പോഴും ചില ചെറിയ വ്യക്തിത്വങ്ങളെ കുടുംബത്തിലുള്ള എല്ലാവരും വലിയ സ്വരങ്ങളുടെ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ അടുത്ത തൊട്ടപ്പുറേ കവല പ്രസംഗമായിട്ട് രാഷ്ട്രീയ നേതാവ് നിന്ന് ഭയങ്കര വലിയ മൈക്ക് പ്രസംഗിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും ശ്രദ്ധ പോകുന്നത് രാഷ്ട്രീയ നേതാവിന്റെ പ്രസംഗത്തിലേക്ക്. ഇതുപോലെ തന്നെയാണ് കുടുംബത്തിലെല്ലാവരും വലിപ്പങ്ങളെ കാണുവാനാണ് ശ്രദ്ധിക്കുന്നത്, വലിയ സ്വരങ്ങളെ കാണുവാനാണ് ശ്രദ്ധിക്കുന്നത്. പക്ഷെ ചെറിയ സ്വരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പൻ സംസാരിക്കുമ്പോൾ 2 വയസ്സുള്ള കൊച്ച് ചിലപ്പം ചെറിയ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ ആ കൊച്ചിനെ ശ്രദ്ധിക്കണമെന്നില്ല. പക്ഷെ ആ കൊച്ചിനെ ശ്രദ്ധിക്കാതിരിക്കുന്ന നിമിഷത്തിലും ആ കൊച്ചിന്റെ മനസ്സിലൂടെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. മനഃശാസ്ത്രത്തിൽ പറയും, കുഞ്ഞുങ്ങൾ ചെയ്യുന്ന ഏത് കാര്യവും അവർക്ക് കൊടുക്കേണ്ട ഗൗരവം കൊടുക്കണം. കാരണം പിന്നീട് ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ കിടന്ന് ഇതങ്ങ് വളരും. അവൻ ചെറുപ്പം തൊട്ടേ വലുപ്പത്തിലേക്ക് വരുന്ന കാലഘട്ടം വരെ അവനിൽ ഉണ്ടായിരുന്ന ചെറുസ്വരങ്ങളെ ആരും ഗൗനിച്ചില്ല എന്ന ചിന്ത അവന് വരും. പിന്നീട് അവന് വലിയ സ്വരങ്ങളോട് വലിയ ബുദ്ധിമുട്ട് തോന്നും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, എൻ്റെ കുടുംബത്തിലെ ചെറിയ സ്വരങ്ങളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിത പങ്കാളിയുടെ സ്വരമായിരിക്കാം, എൻ്റെ മക്കളുടെ സ്വരമായിരിക്കാം. ഓരോരുത്തരുടെയും സ്വരങ്ങളെ ശ്രദ്ധിക്കണം.
അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. അതൊക്കെ അവർക്കൊരു പ്രോത്സാഹനമാണ്. നാളെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവർ കേൾക്കണമെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങളും കേട്ട് തുടങ്ങണം. നമ്മൾ പലപ്പോഴും ഹിറ്റ്ലർമാരാണ്. നമ്മുടെ സ്വരങ്ങൾ മാത്രം ഉയർന്നു നിൽക്കണം, എന്റെ പന്തൽ മാത്രം വികസിച്ച് നിൽക്കണം, എന്റെ മരത്തെ മാത്രം പൂവുണ്ടാകണം, അല്ലെങ്കിൽ കായ ഉണ്ടാകണം, അല്ലെങ്കിൽ ഞാൻ വിളിക്കുന്നിടത്ത് എല്ലാവരും വരണം. അങ്ങനെ ഹിറ്റ്ലർമാരായിട്ട് മാറുന്നവരാണ് നമ്മൾ. എന്നാൽ കർത്താവ് പറഞ്ഞതല്ല. കർത്താവ് ഇന്ന് ദാസനായിട്ട് മാറാനാണ് പറയുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഇന്ന് ചിന്തിക്കണം, എന്റെ സ്വരങ്ങള് എത്ര ചെറിയ സ്വരങ്ങൾക്ക് വഴിമാറിക്കൊടുക്കും, എന്റെ ജീവിതം എത്ര ചെറിയ ജീവിതങ്ങൾക്ക് വഴിമാറിക്കൊടുക്കും, എന്റെ ഇടപെടലുകള് എത്ര ചെറിയ ജീവിതങ്ങളെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്, എന്റെ ചില നിർബന്ധ ബുദ്ധികൾ എത്രയോ ജീവിതങ്ങളെ ഇടിച്ചു താഴ്ത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ സ്വരങ്ങൾക്കൊക്കെ ഒരു പ്രാധാന്യം കൊടുക്കുവാണെങ്കിൽ ബന്ധങ്ങളൊക്കെ ഇച്ചിരിയും കൂടെ നന്നാകാൻ സാധിക്കും. അടുത്തതായിട്ട് ഒരു സുതാര്യത. സുതാര്യതയില്ലാത്തതൊക്കെയാണ് നമ്മുടെ പലപ്പോഴും എല്ലാവരും മറച്ചു പിടിക്കുകയാണ്. എല്ലാവർക്കും എല്ലാം മറച്ചു വെക്കാൻ ആഗ്രഹം. ഇന്ന് കുടുംബത്തിലേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ പോലും എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഉടനെ മറച്ചു വെക്കാൻ ആഗ്രഹിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ കാണാൻ സാധിക്കും, ചെറിയ കാര്യങ്ങൾ പോലും കുഞ്ഞുങ്ങൾ മറച്ചു വെക്കുക. ഒരു കുഞ്ഞിന്റെ കയ്യില് ഒരു ആപ്പിൾ കൊടുത്തു, ആ കുഞ്ഞ് വളരെ സന്തോഷത്തോടെ ആപ്പിൾ വാങ്ങി. അടുത്തൊരു ആപ്പിൾ കൊടുത്തു, അതും അവന് സന്തോഷത്തോടെ വാങ്ങി. മൂന്നാമത് ഒരു ആപ്പിൾ കൊടുത്തപ്പോൾ കുഞ്ഞ് വാവിട്ട് നിലവിളിക്കുക. കാരണം അത് സ്വീകരിക്കാൻ അവന്റെ കയ്യിൽ ഇടമില്ല. ഉടനെ അവൻ കയ്യിലുള്ള ആപ്പിൾ എടുത്ത് കക്ഷത്തിലേക്ക് വെക്കുക, ഉള്ളതിനെ മറച്ചു വെക്കുകയാണ്. സ്നേഹമുള്ളവരെ ഓർക്കുക, കുഞ്ഞുങ്ങൾ പോലും മറച്ചു വെക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരു കാലഘട്ടമാണ്. കുഞ്ഞുങ്ങൾ പോലും മറയ്ക്കുന്നതിന് വേണ്ടിയാണ് നിൽക്കുന്നത്. എല്ലാത്തിൽ നിന്നും, പ്രകാശത്തിൽ നിന്ന് മറഞ്ഞു നിൽക്കുവാൻ, സത്യത്തിൽ നിന്ന് മറഞ്ഞു നിൽക്കുവാൻ, നന്മയിൽ നിന്ന് മറഞ്ഞു നിൽക്കുവാൻ, പരസ്നേഹ പ്രവൃത്തിയിൽ നിന്ന് മറഞ്ഞു നിൽക്കുവാൻ, ബഹുമാനാദരങ്ങളിൽ നിന്ന് മറഞ്ഞു നിൽക്കുവാൻ, ലോകത്തിൽ നിന്ന് മറഞ്ഞു നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും. എന്നാൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് മറഞ്ഞു നിൽക്കുകയല്ല, സുതാര്യമാകുന്ന വെളിച്ചത്തിലേക്കൊക്കെ ഒന്ന് വരണം. എല്ലാവരും വെളിച്ചത്തോടുകൂടി ജീവിക്കണം. ഈശോ ഒരു കാര്യം പോലും മറച്ച രീതിയിൽ ചെയ്തിട്ടില്ല. അവനെല്ലാം ചെയ്യുന്നത് പബ്ലിക്കായിട്ടാണ്. ഒന്നും ഈശോ രഹസ്യത്തിൽ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഈശോ വിചാരണ വേളയിൽ പറയുന്ന മനോഹരമായ സത്യമുണ്ട്, ഞാൻ ഒന്നും രഹസ്യമായിട്ട് ചെയ്തിട്ടില്ല, എല്ലാം ഞാൻ പരസ്യമായിട്ട് ചെയ്തു. സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബത്തിൽ അസ്വസ്ഥതയും ബന്ധനങ്ങളും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും ചെറുപ്പം മുതലേ മറച്ചതുകൊണ്ടാണ്. പല കാര്യങ്ങളും ചെറുപ്പം മുതലേ മറച്ചു വെക്കുവാനും മടിച്ചു നിൽക്കുവാനും ഒക്കെ നമ്മൾ വെമ്പൽ കൊണ്ടു. അതുകൊണ്ടൊക്കെ തന്നെ എന്ത് പറ്റി? ഇന്നും സുതാര്യ കാറ്റ് വീശിയിട്ടില്ല, വെളിച്ചം കയറിയിട്ടില്ല. നമുക്കറിയാം, നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ പഠിച്ചതാണ്, ഒരു ഇരുട്ടുള്ള മുറിയിൽ ചെറിയൊരു സുഷിരം ഇട്ട് കഴിഞ്ഞാൽ അതിലെ ഒരു ചെടി വെച്ച് കഴിഞ്ഞാൽ ആ പ്രകാശത്തിലേക്ക് ചെടി വളരും. സ്നേഹമുള്ളവരെ, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം. പ്രകാശത്തിലേക്ക് ഒരു വളർച്ചയുള്ളൂ. എവിടെയൊക്കെ പ്രകാശമുണ്ടോ അവിടെയൊക്കെ വളർച്ചയുണ്ട്. ഇന്ന് നമ്മളൊക്കെ ഈ ഒരു ഫോണിൽ ഇരിക്കുമ്പോൾ, ഈ ലൈറ്റ് നിൽക്കുമ്പോഴാണ് നമ്മൾ പരസ്പരം കാണുവാനും അതുപോലെ തന്നെ മനസ്സിലാക്കുവാനും സാധിക്കുക. എവിടെയൊക്കെ പ്രകാശമുണ്ടോ അവിടെയൊക്കെ കാഴ്ചയുണ്ട്, കേൾവിയുണ്ട്, മനസ്സിലാക്കലുണ്ട്. ഇന്ന് കുടുംബത്തിലൊക്കെ എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ എവിടെയൊക്കെയോ പ്രകാശം നഷ്ടപ്പെട്ടു, എവിടെയൊക്കെ സുതാര്യത നഷ്ടപ്പെട്ടു, എവിടെയൊക്കെയോ മറച്ചു പിടിച്ചു. അതുകൊണ്ടൊക്കെയാണ് ഇന്ന് നമ്മുടെ കുടുംബത്തിലൊക്കെ ചില താളപ്പിഴകളൊക്കെ ഉണ്ടായിട്ടുള്ളതെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ മുഖം കാണാൻ പഠിക്കണം. മുഖം കാണാൻ പഠിക്കണം. ഇന്ന് നമ്മൾ മുഖം കാണുന്നില്ല. കെട്ടുന്ന സമയത്ത് പോലും മുഖം കാണുന്നില്ല എന്നതാണ് സത്യം. കാരണം മുഖത്തിന് മേളിലോട്ട് ഒരു സാധനം ഇട്ടാണ് ഏറ്റവും കെട്ടല്ലേ വരുന്നത്. മുഖം കാണുന്നില്ല എന്നതാണ് സത്യം. കെട്ടുമ്പോഴാണെങ്കിലും കെട്ടുന്നവൻ പുറയിലാണ് നിൽക്കുന്നത്, അവൻ മുഖം കാണുന്നില്ല. അവസാനം മേക്കപ്പ് എല്ലാം കഴിച്ചു കഴിയുമ്പോഴാണ് യഥാർത്ഥ മുഖങ്ങളുമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന നവരസങ്ങളെ കണ്ടുമുട്ടുന്നത്. അതുകൊണ്ട് മുഖം കാണുക. പിന്നീട് പറയുന്നു, ഇത്രയും വലുതായിരുന്നോ വേണ്ടായിരുന്നു എന്ന്. പിന്നെ ഫോട്ടോ വരുമ്പോൾ ഇവനെ ഫോട്ടോഗ്രാഫർ എടുത്തോണ്ട് വന്ന ഫോട്ടോ വരുമ്പോൾ ഇവർ ഇത്രയും നല്ല മുഖങ്ങളൊക്കെ കാണുന്നു. സ്നേഹമുള്ളവരെ, ഈ മുഖങ്ങളെ കണ്ടുപിടിക്കണം. ഓരോ കുടുംബത്തിലുണ്ടാകുന്ന മുഖങ്ങൾ സങ്കടത്തിന്റെ മുഖങ്ങളായിരിക്കാം, പരിതാപത്തിന്റെ മുഖങ്ങളായിരിക്കാം, സഹിഷ്ണുതയുടെ മുഖങ്ങളായിരിക്കാം, അതുപോലെ തന്നെ വിട്ടുകൊടുക്കലിന്റെ മുഖങ്ങളായിരിക്കാം, വേദനയുടെ മുഖങ്ങളായിരിക്കാം. ഈ മുഖങ്ങളെയൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വലിയ വലിയ ഡിമാൻഡുകളൊന്നും വെക്കുവാൻ സാധിക്കത്തില്ല. നമ്മൾ മുഖങ്ങൾ കാണുന്നില്ല എന്ന്. കഴിക്കുമ്പോൾ പോലും കഴിച്ചു കഴിഞ്ഞാൽ പ്ലേറ്റ് ആയിരിക്കും നീട്ടുന്നത്. മുഖത്തോട് നോക്കി പ്ലേറ്റ് കൊടുക്കാൻ പോലും അറിയുന്നില്ല. കഴിച്ചു കഴിയുമ്പോൾ പ്ലേറ്റ് നീട്ടിപ്പിടിക്കുകയാണ് പ്ലേറ്റ്. എന്നിട്ട് പറമ്പിലേക്കും അല്ലെങ്കിൽ പരിസരങ്ങളിലേക്കും ആ മുഖം പോകുന്നു. സ്നേഹമുള്ളവരെ,
എനിക്ക് വിളമ്പുന്നവരുടെ മുഖം ഞാൻ കണ്ടിട്ടുണ്ടോ? എനിക്ക് ഭക്ഷണം വിളമ്പുന്നവരുടെ മുഖം ഞാൻ കണ്ടിട്ടുണ്ടോ? എന്നെ ആദ്യ അക്ഷരം കുറിച്ചവരുടെ മുഖം ഞാൻ കണ്ടിട്ടുണ്ടോ? എനിക്ക് വിജ്ഞാനം പകർന്നു തന്നവരുടെ മുഖം കണ്ടിട്ടുണ്ടോ? എന്നെ പാലൊട്ടിയവരുടെ മുഖം കണ്ടിട്ടുണ്ടോ? ഓർക്കണം, മുഖം കാണാത്തത് അവിടെയൊക്കെ പ്രശ്നം. മുഖം കാണാത്തവർക്ക് പിന്നെ എന്താണ് കാണേണ്ടത്? മുഖം കാണാത്തവർക്കാണ് ഇന്ന് മുഖം കുത്തി നിലത്ത് വീണുകൊണ്ടിരിക്കുന്നത്. മുഖം കാണാത്തവർക്ക് മുങ്ങി കുത്തി വീണുകൊണ്ടിരിക്കുക. ഇന്ന് നമ്മുടെ കുടുംബത്തിലൊക്കെ ആരെങ്കിലും മുഖം കുത്തി നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ അബദ്ധങ്ങൾ ആടിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം സങ്കടത്തിന്റെയും പ്രയാസത്തിന്റെയും കരുതലിന്റെയും ശ്രേഷ്ഠതയുടെയും ഒക്കെ മുഖങ്ങൾ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ മക്കളുടെ മുഖങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലാത്തത് കൊണ്ടാണ്. വ്യാകുല മാതാവിന്റെ പിക്ചർ കാണുമ്പോൾ നമുക്ക് വളരെ സങ്കടം തോന്നുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാ? ആ മുഖത്തറിയാം രക്ഷകന്റെ വേദനകളെയൊക്കെ ചേർത്ത് പിടിച്ച ഒരു അമ്മയുടെ മുഖം. എന്റെ അമ്മയുടെ വേദന നിറഞ്ഞ മുഖം ഞാൻ കാണാറുണ്ടോ? സങ്കടങ്ങളുടെയും പെരുമരയുമായിട്ട് നിൽക്കുന്ന എന്റെ അപ്പന്റെയും അമ്മയുടെ മുഖം ഞാൻ കണ്ടിട്ടുണ്ടോ? പലപ്പോഴും മക്കളുടെ വിഷമഘട്ടത്തിൽ അവരുടെ മുഖം ഞാൻ കണ്ടിട്ടുണ്ട്. തിരക്കിനിടയിൽ തിരിച്ചറിയാതെ പോകുന്ന മുഖങ്ങൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഇന്ന് കുടുംബത്തിൽ നമ്മൾ കാണേണ്ടത് നമ്മുടെ ജീവിത പങ്കാളിയുടെ മുഖമാണ്. വല്ലപ്പോഴും ആ കരിപുരണ്ട മുഖം നമ്മൾ കാണണം, വിയർപ്പൊലിച്ച മുഖം കാണണം, അല്ലെങ്കിൽ ചുക്കിച്ചുളിഞ്ഞ മുഖം കാണണം. ഈ മുഖമൊക്കെ കണ്ടു കഴിയുമ്പോൾ തമ്പുരാനെ ഇത്രയും കൂടെ നന്നായിട്ട് ഞാൻ ജീവിക്കേണ്ടതെന്ന് നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കും. അതുകൊണ്ട് മുഖം കാണാൻ പഠിക്കുന്നത് നല്ലതാണ്. ആ മുഖം കാണുമ്പോഴാണ് നമ്മൾ മുഖം കുത്തി നിലത്ത് വീഴാതിരിക്കുവാണ് അനുഗ്രഹം തമ്പുരാൻ തരുന്നത്. അതുകൊണ്ട് മുഖം കാണുവാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഉള്ളിലുള്ളത് കൊടുക്കാൻ പഠിക്കുക. വാങ്ങിക്കൊടുക്കാൻ എളുപ്പമാണ്, വാഴ്ത്തി കൊടുക്കുവാൻ എളുപ്പമാണ്. പക്ഷേ ഉള്ളത് കൊടുക്കുവാൻ സാധിക്കുന്നുണ്ട്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്ന നല്ലതാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദാനമായിട്ട് കിട്ടിയത് എന്തെങ്കിലും കൊടുക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും മാതാപിതാക്കള് നമ്മൾ പറയുന്നത് ഒരു കാര്യമുണ്ട്, അച്ഛാ ഞങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല, ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ സൈക്കിളോ ഒന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടാത്ത പല കാര്യങ്ങളും ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾ കൊടുക്കും. ഞാൻ 4ാം ക്ലാസ് അച്ഛാ, അതുകൊണ്ട് എൻ്റെ മക്കളെ ഞാൻ നന്നായിട്ട് പഠിപ്പിച്ചു. അല്ലെങ്കിൽ എനിക്ക് യാത്രാ സൗകര്യത്തിലൊന്നുമില്ലായിരുന്നു വെച്ചാൽ അതുകൊണ്ട് എൻ്റെ മകന് ഞാൻ ബൈക്ക് വാങ്ങി കൊടുത്തു. അല്ലെങ്കിൽ എനിക്ക് ഭക്ഷണമൊന്നുമില്ലായിരുന്നു വെച്ചാൽ അതുകൊണ്ട് എൻ്റെ മകനെ നന്നായിട്ട് ഞാൻ ബൂസ്റ്റ് പൊട്ടുപൊടിയൊക്കെ കൊടുത്തു. എന്നാൽ സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, നിങ്ങൾക്ക് ലഭിച്ചത് നിങ്ങൾ കൊടുത്തിട്ടു. നിങ്ങൾക്ക് ദൈവഭയം ലഭിച്ചു. നിങ്ങൾക്ക് മക്കൾക്ക് ദൈവഭയം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് പ്രാർത്ഥന ലഭിച്ചു. നിങ്ങൾക്ക് പ്രാർത്ഥന കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് ദാരിദ്ര്യം ലഭിച്ചു. നിങ്ങളുടെ ദാരിദ്ര്യത്തിൽ കുഞ്ഞുങ്ങളെ പലപ്പോഴൊക്കെ വളർത്തിയിട്ടുണ്ടോ? ഇല്ലാത്തത് നിങ്ങൾ കൊടുത്തു, നിങ്ങൾക്ക് ലഭിച്ചത് നിങ്ങൾ കൊടുത്തില്ല. അതുകൊണ്ട് ഇന്ന് ചിന്തിക്കണം, ഉള്ളിലുള്ളത് കൊടുക്കാൻ പഠിക്കണം. ഉള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ദാനമായിട്ട് ലഭിച്ചത് എല്ലാം കൊടുത്തു പഠിപ്പിക്കണം. വാങ്ങിക്കൊടുക്കുവാൻ എളുപ്പമാണ്, വാഴ്ത്തി കൊടുക്കുവാൻ എളുപ്പം. പക്ഷേ ഉള്ളിലുള്ളത് കൊടുക്കുവാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ ചെറുപ്പകാലത്ത് നിങ്ങൾക്ക് ലഭിച്ചു, അത് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ഒരു യൂണിഫോം നിങ്ങൾ നനച്ചു പിഴിഞ്ഞ് വെയിലത്തിട്ട് ഉണങ്ങി പാതി ഉണക്കോടുകൂടി നിങ്ങൾ സ്കൂളിൽ പോയി അങ്ങനെയുള്ള അനുഭവത്തിലൂടെ മക്കളെ കടത്തിവിട്ടിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ച് കഴിയുമ്പോഴാണ് നിങ്ങളുടെ മക്കൾ ഇച്ചിരിയും കൂടെയൊക്കെ പ്രകാശിതരായിട്ട് ലഭിക്കുന്നത്. ഒരു നൂല് പൊട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഉടനെ അത് മാറ്റി അടുത്തത് വാങ്ങിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ കഞ്ഞി വേണ്ടെന്ന് പറയുന്ന മകന് ഉടനെ ബ്രെഡ് വന്നു കഴിഞ്ഞു, ജാമും പുരട്ടി. അവൻ പുരട്ടേണ്ട ആവശ്യമില്ല, പുരട്ടി വന്നു കഴിഞ്ഞു. മുട്ട വേണ്ടെന്ന് പറയുന്ന ഉടനെ കാടമുട്ട വന്നു കഴിഞ്ഞു. കോഴിമുട്ട വേണ്ടെന്ന് പറഞ്ഞ ഉടനെ കാടമുട്ട വന്നു കഴിഞ്ഞു. ബൂസ്റ്റ് വേണ്ടെന്ന് പറഞ്ഞ ഉടനെ കോംപ്രാൻ വന്നു കഴിഞ്ഞു. നൂഡിൽസ് വേണ്ടെന്ന് പറഞ്ഞ ഉടനെ അടുത്ത ചൈനീസ് ഫുഡ് വന്നു കഴിഞ്ഞു. വേണ്ടെന്ന് പറയുമ്പോഴൊക്കെ അടുത്ത വേണ്ടെന്ന് നിങ്ങൾ സജ്ജീകരിച്ചു കഴിയും. എന്നാൽ വേണ്ടെന്ന് പറയുന്നവനെ വേണ്ടെന്ന് കാണുവാനുള്ള ഒരു ഉത്തരവാദിത്തങ്ങൾ കഞ്ഞി കൊടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ മക്കളെ. ഇന്ന് പല കുഞ്ഞുങ്ങൾക്കും കഞ്ഞി കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളതെന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ്? ഒരു നേരത്തെ ആഹാരം, ഈ കഞ്ഞിയുടെ വില നിങ്ങൾ അറിഞ്ഞു വളർന്നവരാ. ഈ അറിഞ്ഞു വളർന്നവർ ഇതിന്റെ സാഹചര്യം നിങ്ങൾ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ടോ? കഞ്ഞി കുടിച്ച് വളർന്നതിന്റെ കടുമാമയും കുട്ടി കഞ്ഞി കുടിച്ച് കാന്താരി പൊട്ടിച്ച് ജീവിച്ചതിന്റെ വില നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ മക്കളെ ഉണ്ടെങ്കിൽ മക്കള് പ്രകാശിതരായിട്ട് തരും. അതുകൊണ്ട് ഉള്ളിലുള്ളത് നിങ്ങൾക്ക് കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടാത്ത പലതും നിങ്ങൾ കൊടുത്തു. വിദ്യാഭ്യാസം കൊടുത്തു, സാഹചര്യങ്ങൾ കൊടുത്തു, പണം കൊടുത്തു, കാർ കൊടുത്തു, ബൈക്ക് കൊടുത്തു.
നിങ്ങൾക്ക് ദൈവഭയം നിങ്ങളുടെ വീട്ടിൽ നിന്ന് കിട്ടി, അത് നിങ്ങൾ കൊടുത്തില്ല. നിങ്ങൾക്ക് ദാരിദ്ര്യം നിങ്ങളുടെ വീട്ടിൽ നിന്ന് കിട്ടി, അത് കൊടുത്തില്ല. കഷ്ടപ്പാടുകൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കിട്ടി, അത് കൊടുത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രാർത്ഥനകൾ കിട്ടി, അത് കൊടുത്തില്ല. പരസ്പര സ്നേഹം കിട്ടി, അത് കൊടുത്തില്ല. ബഹുമാനം കിട്ടി, അത് കൊടുത്തില്ല. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൊടുക്കാത്തതിന്റെ ലിസ്റ്റാണ് കൂടുതൽ. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ എന്ത് കൊടുത്തു? നിങ്ങൾക്ക് ലഭിച്ച, നിങ്ങളുടെ ഉള്ളിൽ ലഭിച്ച കനലുകൾ എത്രമാത്രം നിങ്ങൾ ഉണർത്തി കൊടുത്തു നിങ്ങളുടെ മക്കൾക്ക്? ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നാളെ നിങ്ങളൊക്കെ വൃദ്ധസദനങ്ങളിലൊന്നും പോയിരിക്കത്തില്ല. നിങ്ങളൊക്കെ വൃദ്ധസദനത്തിൽ പോയിരിക്കത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു മനോഹരമായ കോമഡി ഇറങ്ങിയായിരുന്നു. അത് ഇപ്രകാരമാണ്: KSEBക്കാർ പുതിയ നിയമം ഇറക്കി, റീഡിങ്ങിന് വരുമ്പോ ആരെങ്കിലും വീട്ടിൽ കാണണമെന്ന്. വൃദ്ധസദനങ്ങളെല്ലാം കാലിയായി. മക്കളെല്ലാം അവരുടെ മാതാപിതാക്കളെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. കാരണം KSEBക്കാർ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും വീട്ടിൽ കാണുന്നത്. സ്നേഹമുള്ളവരെ, അങ്ങനെ KSEB ഒരു നല്ല കാര്യം ചെയ്തു. വൃദ്ധസദനങ്ങളെല്ലാം കാലിയായി. അപ്പോൾ ഓർക്കുക, ഇങ്ങനെ ഗവൺമെന്റ് പല നിയമങ്ങളും എടുക്കേണ്ടി വരും. ആ വൃദ്ധസദനങ്ങളിലുള്ള മാതാപിതാക്കളെ വീട്ടിൽ തിരിച്ചെത്തിക്കണമെങ്കിൽ ഇപ്പോൾ KSEB ഇടപെടും. കാരണം 500 രൂപ ഫൈൻ വരും. സ്നേഹമുള്ളവരെ, ഓർക്കുക, ഉള്ളിലുള്ളത് കൊടുക്കുമ്പോഴാണ് നിങ്ങളുടെ മക്കൾ നിങ്ങളെ തിരിച്ചറിയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വൃദ്ധസദനങ്ങളിൽ പോവുകയും ഇങ്ങനെ KSEBയുടെ നിയമങ്ങളിൽ നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരികയും ചെയ്യേണ്ടത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, എൻ്റെ ബന്ധങ്ങളെ പ്രകാരമാണ്. അവസാനമായിട്ട് ചിന്തിക്കേണ്ടത്, സ്വാതന്ത്ര്യത്തോടെയും സംതൃപ്തിയോടും കൂടി എനിക്ക് എൻ്റെ കുടുംബത്തിൽ ജീവിക്കുവാൻ സാധിക്കുന്നു. സ്വാതന്ത്ര്യത്തോടെയും സംതൃപ്തിയോടെ എനിക്ക് എൻ്റെ കുടുംബത്തിൽ ജീവിക്കുവാൻ സാധിക്കുന്നു. എൻ്റെ ജീവിത പങ്കാളിയുടെ മുമ്പിൽ ഞാൻ സ്വാതന്ത്ര്യത്തോടെ ഇടപെടുന്നു, സംതൃപ്തിയോടെ ഇടപെടുന്നു. അത് വലിയൊരു സാക്ഷ്യമാണ്. ക്രിസ്തുവിന്റെ മുമ്പിൽ എല്ലാവരും സംതൃപ്തിയോടെ സ്വാതന്ത്ര്യത്തോടെ ഇടപെട്ടത്. നിങ്ങൾ വചനത്തിലൂടെ കടന്നു പോകണ ഒറ്റ മനുഷ്യൻ പോലും അവന്റെ മുമ്പിൽ പേടിയോടെ നിന്നിട്ടില്ല. കാരണം സ്വാതന്ത്ര്യം അനുഭവിച്ച ക്രിസ്തുവിന്റെ മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഇന്ന് സ്വാതന്ത്ര്യത്തോടുകൂടി എന്നോട് ഇടപെടുന്നില്ലെങ്കിൽ അതിനർത്ഥം എൻ്റെ ജീവിതത്തിൽ പല പരാജയങ്ങളുണ്ടെന്ന്, എൻ്റെ കുടുംബത്തിൽ ചില ബന്ധനങ്ങളുണ്ടെന്നർത്ഥം, എൻ്റെ ജീവിതത്തിൽ പല പോരായ്മകളുണ്ടെന്നർത്ഥം. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തോടെ എനിക്ക് ഇടപെടാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നതല്ല. ആ സ്വാതന്ത്ര്യമാണ് എന്നെ സംതൃപ്തിയോടെ ഇടപെടാൻ സാധിക്കുന്നത്. ആ സ്വാതന്ത്ര്യമാണ് എന്നെ സംതൃപ്തിയോടെ ഇടപെടുവാൻ സഹായിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഇന്ന് സംതൃപ്തിയും സ്വാതന്ത്ര്യവും ഒക്കെ ഇച്ചിരി അകൽന്നിരിക്കുക. കുടുംബത്തിന്റെ പടികളിലേക്ക് അത് കയറിയിട്ടില്ല. കാരണം എല്ലാവരും കമാൻഡിങ് ആണ്. ചെയ്യടാ, പഠിക്കടാ, ചെയ്യടി, കൊണ്ടുവാടി, കാപ്പിയില്ലേടി, കറന്നില്ലേടി, പശുവിനെ കുളിപ്പിച്ചില്ലേടി, ആജ്ഞകളാണ്. അനുവാദങ്ങളില്ലാരും ആജ്ഞകളാണ് എല്ലാവരും. നിങ്ങൾ ശ്രദ്ധിച്ചു, നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും അനുവാദം ചോദിക്കുന്നുണ്ട്? എല്ലാവരും ആജ്ഞാപിക്കുകയാണ്. 3 വയസ്സുള്ള കൊച്ചു വരെ ആജ്ഞാപിക്കും. ഇവിടെ കൊണ്ടുവാടി പാരെന്ന് പറയും അമ്മയോട്. അമ്മയെന്നുള്ള വിളിയൊക്കെ അകലങ്ങളിലായിപ്പോയി. എടി, പോടി, യോയോ, ഫ്രീക്ക്, ബ്രോ എന്നൊക്കെ അപ്പനെ അമ്മയൊക്കെ വിളിക്കുന്നു. അതുകൊണ്ട് ചിന്തിക്കുക, ഇന്ന് സ്വാതന്ത്ര്യവും സംതൃപ്തിയും ഒക്കെ എൻ്റെ കുടുംബത്തിൽ നിന്ന് അന്യം നിന്ന് പോയിട്ടോ ഉണ്ടെങ്കിൽ ഓർക്കുക, ഇത്തിരിയും കൂടെയൊക്കെ ഒന്ന് വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, കുടുംബങ്ങളിൽ ഒരു കാമ്പുണ്ടാവണം. കാമ്പുള്ള ജീവിതമാണ്, പതിരുള്ള ജീവിതം. പതിരെന്ന് പറയുന്ന ഒരു കാറ്റടിച്ചു കഴിഞ്ഞാൽ പറന്നു പോകുന്നതാണ് പതിര്. കാമ്പില്ലാത്തതൊക്കെ പതിരാണ്. ഒരു പ്രശ്നങ്ങളുടെ നടുവിൽ, എന്തെങ്കിലും അസ്വസ്ഥതയുടെ നടുവിലൊക്കെ പകച്ചു പോവുകയും പറത്തിക്കളയുകയും ചെയ്യുന്ന കുടുംബജീവിതമായിട്ട് നമ്മുടെ കുടുംബം മാറും. കാമ്പുള്ള ജീവിതമാണ്. ധാന്യമണിക്ക് കാമ്പുണ്ടാകുമ്പോഴാണ് ധാന്യമണിയാകുന്നത്. അല്ലെങ്കിൽ ഒരു കാറ്റടിക്കുമ്പോൾ അത് പറന്നു പോകും. നമ്മുടെ കുടുംബത്തിൽ കാമ്പ് വേണം. കാമ്പ് വേണമെങ്കിൽ കർത്താവിനെ നോക്കി പഠിപ്പിക്കണം. കർത്താവിനെ നോക്കി പഠിപ്പിക്കുന്നിടത്താണ് കാമ്പുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും മാറ്റപ്പെടാത്ത ചില സത്യമാണ് ദൈവത്തെ കുറിച്ചുള്ള ഓർമ്മ. അതുകൊണ്ടാണ് വചനത്തെ പറഞ്ഞ, മകനെ, നീ എവിടെ പോയാലും ദൈവത്തെ കുറിച്ചുള്ള ഓർമ്മ നഷ്ടപ്പെടുത്തരുത്. എവിടെ പോയാലും ദൈവത്തെ കുറിച്ചുള്ള ഓർമ്മ നഷ്ടപ്പെടുത്തരുതേ. കാരണം ഓർമ്മ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ഓർക്കുന്നതൊന്നും സത്യമല്ല. ഓർമ്മ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരു കാര്യങ്ങളും ഓർമ്മയിലേക്ക് വരത്തില്ല, ഓർക്കത്തുമില്ല. സ്വന്തമായിട്ടുള്ളവരെ, ഒരുമയോടെ ജീവിക്കുന്നവരെ പോലും ഓർത്തെടുക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കുക, തമ്പുരാനെ, എൻ്റെ ജീവിതത്തില് ചില ഓർമ്മകളുണ്ട്. ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ട്, മനുഷ്യരെ കുറിച്ചുള്ള ഓർമ്മകളുണ്ട്, സ്വന്തമായിട്ടുള്ളവരെ കുറിച്ചുള്ള ഓർമ്മകളുണ്ട്.
ഈ ഓർമ്മകൾ നഷ്ടപ്പെടുത്താതെ കാമ്പുള്ള ജീവിതമായിട്ട് മാറട്ടെ. ഇടഞ്ഞതുമായിട്ടുള്ള ജീവിതമാകല്ലേ, ഇരുത്തം വന്ന ജീവിതമായിരിക്കണം കുടുംബം. ഇടിഞ്ഞതും ഇടറിയതുമായിട്ടുള്ള ജീവിതമായിട്ട് മാറരുത്, ഇരുത്തം വന്ന ജീവിതമായിരിക്കും. കാരണം കുറച്ച് ജീവിതത്തിൽ മാത്രമേ ഇരുത്തം വന്ന ജീവിതമായിട്ട് മാറൂ. ഇരുത്തിപ്പോകരുത്, ഇരുത്തം വരണം. ഇരുത്തിപ്പോകുകയല്ല, ഇരുത്തം വന്ന ജീവിതമാണ്. അപ്പോഴൊക്കെയാണ് എൻ്റെ കുടുംബമൊക്കെ ഇടറാതെ, അതിൽ അലയാതെയും ചോർച്ചയില്ലാതെയും നിഗ്രഹിക്കാതെയും കുരുതി കൊടുക്കാതെയും ഒക്കെ ജീവിക്കുന്നു. അതുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുക, തമ്പുരാനെ നിന്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് എൻ്റെ കുടുംബജീവിതത്തിലെ ബന്ധങ്ങളെ ഒന്ന് ആട്ടിയുറപ്പിക്കുവാനും ബന്ധങ്ങളിലെ ശ്രേഷ്ഠതയോടുകൂടി തമ്പുരാൻ തന്ന കാര്യങ്ങളെയൊക്കെ ശ്രേഷ്ഠതയോടുകൂടി കാണുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.